നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നുണകൾ കൊണ്ട് കൊട്ടാരം കെട്ടി ആ കൊട്ടാരത്തിനകത്ത് വിദൂഷകനായി ജീവിച്ച് BJP RSS സംഘപരിവാറുമായി ഡീലുണ്ടാക്കി സകല വർഗീയവാദികളെയും വിഘടനവാദികളെയും കൂട്ടുപിടിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുത്ത അന്ന് തുടങ്ങിയതാണ് കേരളത്തിന്റെ പൂക്കി മുഖ്യമന്ത്രിയായ വി ദാമോദർ സതീശൻ സവർക്കർജിയുടെ നെഞ്ചത്തടിയും നിലവിളിയും. കഴിഞ്ഞ ഒരു മാസമായിട്ടേ ഉള്ളൂ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ദാമോദർ സതീശൻ സവർക്കർ ചാർജ് എടുത്തിട്ട്. അന്ന് തുടങ്ങിയതാണ് ദാരിദ്ര്യത്തെക്കുറിച്ച് പറയൽ, അന്ന് തുടങ്ങിയതാണ് പട്ടിണിയും പരിവട്ടത്തെയും കുറിച്ച് പറയാൻ. ഇന്ന് വരെ കേരളത്തിനെ എങ്ങോട്ട് മുന്നോട്ട് നയിക്കാമെന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബഡ്ജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ടൊരു വാർത്താ സമ്മേളനം നടത്തി. അതിലെ ചില വാക്കുകൾ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അധികാരത്തിൽ 10 കൊല്ലം അധികാരത്തിൽ ഇരുന്നിട്ട് ഈ കുടിശ്ശിക മുഴുവൻ വരുത്തി വെച്ചിട്ട് അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ട് പുതിയൊരു ഗവൺമെന്റിനോട് ചോദിക്കുക, അത് കൊടുക്കുന്നില്ലെന്ന്. ആര് വരുത്തിയ കുടിശ്ശികയാണ്? ഞങ്ങൾ വരുത്തിയ കുടിശ്ശികയാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഗഡു പോലെ ഞങ്ങൾ കുടിശ്ശിക വരുത്തില്ല, ഞങ്ങൾ കൊടുക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പോണ പോക്കിലെ ബജറ്റിൽ അടുത്തോളം കൊടുക്കുന്ന എല്ലാ കുടിശ്ശികയും ഇത്രയും വർഷക്കാലം കുടിശ്ശിക മുഴുവൻ വരുത്തി വെച്ച പിണറായി വിജയൻ വന്ന് ഈ ചോദ്യം എന്നോട് ചോദിക്കണ്ട, ഈ ജീവനക്കാർ മുഴുവൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചോളൂ. ആരാ ഈ കുടിശ്ശിക ഉണ്ടാക്കിയത്? ഞങ്ങളാണോ? പറയണതിനൊരു ഔചിത്യം വേണ്ടേ? അദ്ദേഹം ഉണ്ടാക്കി വെച്ച അദ്ദേഹത്തിന്റെ സർക്കാരാണ്. അല്ലയോ കേരളത്തിന്റെ പൂക്കി മുഖ്യമന്ത്രിയായിട്ടുള്ള വി ദാമോദർ സതീശൻ സവർക്കർജി, അങ്ങേ ഒരു മന്ത്രിസഭയുടെ കാലാവധി കഴിഞ്ഞ് ആ മന്ത്രിസഭ ഇറങ്ങിപ്പോയി പുതിയ മന്ത്രിസഭ ചാർജ് എടുത്താൽ അവരുടെ ചുമതലയാണ് കഴിഞ്ഞ സർക്കാർ ബാക്കി വെച്ചു പോയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, അവരുടെ കുടിശ്ശികയുണ്ടെങ്കിൽ അത് തീർക്കുക എന്നുള്ളത്. 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്നും ഇറങ്ങി കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ അധികാരമേറ്റപ്പോൾ ഇതുപോലെ വന്നിരുന്ന് നെഞ്ചത്തടിച്ചതുമില്ല, നിലവിളിച്ചതുമില്ല. 18 മാസത്തെ പെൻഷൻ വരെ കുടിശ്ശികയുണ്ടായിരുന്നു. ഖജനാവ് കാലിയായിരുന്നു. വികസന പ്രവർത്തനങ്ങളൊക്കെ മുരടിച്ച് താറുമാറായി കിടന്നു. അവിടുന്നാണ് കേരളത്തെ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ കേരളത്തെ മുന്നോട്ട് നയിച്ചത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പല മാരാരോഗങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും നമ്മൾ കണ്ടു. നിപ്പയും ഓക്കിയും കൊറോണയും പ്രളയങ്ങളും വന്നപ്പോൾ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ദിവസവും വാർത്താ സമ്മേളനം വിളിക്കുമായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്ന് ദാരിദ്ര്യത്തെക്കുറിച്ചല്ല പറഞ്ഞത്, പട്ടിണിയെക്കുറിച്ചും പരിവട്ടത്തെക്കുറിച്ച് പറഞ്ഞു. എങ്ങനെയെന്നാൽ തെരുവിൽ കിടക്കുന്ന നായ്ക്കൾ പോലും പട്ടിണി കിടക്കാൻ പാടില്ല, ആ തെരുവ് നായ്ക്കകൾക്കുള്ള ഭക്ഷണം പോലും അവിടെ എത്തിക്കണമെന്നാണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ കേരളത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അല്ലാതെ പൂക്കി മുഖ്യമന്ത്രി വന്നിരുന്ന് നെഞ്ചത്തടിച്ച് ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുന്നത് പോലെ അല്ലായിരുന്നു. അങ്ങനെ ഒരു മുഖ്യമന്ത്രി ആകാനുള്ള കഴിവ് വി ദാമോദർ സതീശൻ സവർക്കർജിക്ക് ഇല്ല എങ്കിൽ രാജിവെച്ച് ഇറങ്ങിപ്പോയി അതിന് തന്റെ ഇടമുള്ള ആണുങ്ങളെ ഏൽപ്പിക്കണം. പിണറായി വിജയനെ പോലെ കേരളം ഭരിക്കണമെങ്കിൽ നട്ടലിനുറപ്പുള്ള തന്തയുടെ നെഞ്ചുറപ്പുള്ള മകനായിട്ട് ജനിക്കണം. അതിന് VD സതീശൻ സവർക്കർജിക്ക് കഴിവില്ലാത്തതിന് സഖാക്കന്മാരുടെയോ പിണറായി വിജയന്റെയോ തോളത്ത് കയറിയിട്ട് കാര്യവുമില്ല. പിന്നൊരു കാര്യം, ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി വിജയന് സാധിക്കാത്ത കാര്യം ഒരൊറ്റ മാസം തികയുന്നതിന് മുമ്പ് പൂക്കി മുഖ്യമന്ത്രിയായ VD സതീശൻ സവർക്കർജിക്ക് കഴിഞ്ഞതിൽ കേരളത്തിൽ അതിയായ സന്തോഷമുണ്ട്. എന്തായാലും കേരളത്തിലെ മലയാളികളെ, പ്രബുദ്ധരായ വോട്ടർമാരെ, വീട്ടിൽ 10ഉം 15ഉം വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ലോഡ് ഷെഡിംഗ് എന്താണെന്നും പവർ കട്ട് എന്താണെന്നും ഒക്കെ മനസ്സിലായി തുടങ്ങിയല്ലേ. പിണറായി വിജയൻ ഭരിച്ചപ്പോഴാണ് ഈ കുട്ടികൾക്ക് ഇതൊന്നും പഠിക്കാൻ പറ്റിയില്ല. എന്നാൽ ഇപ്പോൾ ഇതെല്ലാവർക്കും പഠിക്കാൻ കഴിഞ്ഞല്ലോ. പിന്നെ മെഴുകുതിരി മേടിച്ച് വീട്ടിൽ വെക്കാൻ മറക്കരുത്. എമർജൻസി ഒക്കെ ചാർജ് ചെയ്ത് ഫുൾ ചാർജിൽ ഇട്ടേക്കണം. എപ്പോഴാണ് രാത്രി കറണ്ട് പോകുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു.